നമ്മൾ വയനാട് ട്രിപ്പ് പോവുകയാണ്. അതെ ഗൈസ്, സ്റ്റേക്കേഷൻ 2 ദിവസത്തെ സ്റ്റേക്കേഷൻ ആണ്. നമ്മൾ വയനാട് വില്ലേജ് റിസോർട്ട്. വില്ലേജ് റിസോർട്ടാണ്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 6 മണി ആയിട്ടില്ല. ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി സെറ്റപ്പാണ്. ഡാഡി വരുമ്പോഴേക്കും വേഗം ഈ ബാഗ് വെച്ചു. ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ചീത്ത കൊള്ളുന്ന ഡേ ആണ് ഗൈസ്. നമ്മൾ സാധാരണ നമ്മുടെ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗാണ്. പക്ഷേ ഇവിടെ ഒരാൾ മേക്കപ്പ് ഒക്കെ കൂടിയപ്പം നമ്മൾ ഈ ജൂമാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ അത്. അപ്പോൾ നീ അവിടെ വെക്കുക, ആ സൈഡ് അറ്റത്ത് വെക്കില്ലെങ്കിൽ നടുവി വെക്കുക. അറിയില്ല ഡാഡി ഇനി എന്തൊക്കെ പറയുന്നത് കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ ടൈം 6:30 ആവുന്നു മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വയനാട് എത്തണം. പോയ ചെക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ മറ്റേ സാധനം ചെക്കൗട്ട് ചെയ്തതെല്ലാം ഉണ്ട്. പിന്നെ വേറെ ഇൻഡിഗോൻ്റെ കണ്ടുവരില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയി കാണാം കേട്ടോ. ബാഗ് മാത്രമേ വരാനുള്ളൂ. അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡാഡി, ഒന്നുമില്ല. അത് ജസ്റ്റ് വെറുതെ ഒരു സംഭവം. ഡാഡി ഇഷ്യൂ ഉണ്ടാക്കരുത്, പ്രശ്നം ടിയാ പണി പാളി. അത് മറ്റതിൽ കൊള്ളുന്നില്ല, അതുകൊണ്ടാ. പ്ലീസ് പരിശോധന തുടങ്ങി. ഡാഡി വരുമ്പോഴേക്കും നമ്മളിതെല്ലാം എടുത്ത് വെക്കലാ പരിപാടി. വേഗം വെക്കടാ, അവര് നമുക്ക് വെയിറ്റ് ചെയ്ത്. നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടിയിട്ടോ പോവാ. ഡാഡിയുടെ വേണ്ട അത് മതി, ആ പാട്ട് മതി. റിവെഞ്ച് എന്താ, രാഗ ഓഫ് റിവെഞ്ച്. ഇങ്ങനെ ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ വയനാട് വൈത്രി റിസോർട്ട്. ലദ്ദിക്കുട്ട ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്താട്ടോ ഗൈസ്. ടീക്കുട്ടിയുടെ ഉറക്കം കണ്ടു, എന്ത് പീസ്. ഞാൻ മെല്ലെ വോയിസ് താഴ്ത്തി സംസാരിച്ചാണ് ആളെ എഴുന്നേറ്റിട്ടോ. ഓ എന്താ ഒരു ഉറക്കാണ്. അല്ല ടീയ അവൻ ഉറങ്ങില്ല, അവൻ ഡീസന്റ് കൈയാണ്. ഇപ്പൊ ഉറങ്ങണ്ടല്ലേ? അല്ല ഒന്നാലും ഉറങ്ങിക്കോട്ടെ, പാവല്ലേ കുഞ്ഞ്. ടീ അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് എടുത്തുട്ടോ. നമ്മൾ ഇന്ന് ഔഡി എടുത്തില്ല, കാരണം ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ EV-യിൽ വയനാട് ആ മറ്റേ മേലെ കയറാൻ പോവാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ടീയക്കുട്ടിയുടെ ഫേവറേറ്റ് പാട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. നമുക്കത് ഇഷ്ടമേ അല്ലാത്ത പാട്ടുകളാണ്. മമ്മയ്ക്കാണ് കുഴപ്പം ചിക്കു. ഇവൻ ടീയുടെ സപ്പോർട്ടാട്ടോ. ഇവന് ആ പാട്ട് ഇഷ്ടമാണ്. നിമിഷാൻറ്റിക്ക് ആ പാട്ട് ഇഷ്ടമല്ല ഗൈസ്. നമ്മൾ ഈ ഒരു സ്വെറ്റ് ഷർട്ടില്ലേ, ലൈക്ക് ഒരു 1 ഇയർ ആയിട്ടോ. ടീക്കുട്ടി ബേബി ആയിരിക്കും, ബേബി അല്ല, ലാസ്റ്റ് ഇയർ റിവ്യൂ ചെയ്തതാണ്. ഇപ്പോഴാണ് അവൾക്ക് പാകം. നീ ഏത് സോങ്ങാ സെലക്ട് ചെയ്യുന്ന ടീയ? ഏതോ ഒരു സോങ് സെലക്ട് ചെയ്യാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗീ റോസ്റ്റ് അല്ലേ? ഓക്കെ, ഗീ റോസ്റ്റ് ആർക്കൊക്കെയാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ. നിമിഷാൻറ്റീസ് ഫേവറേറ്റ് ആണ്. ദിസ് ഇസ് ഡാഡീസ് മറ്റെന്താ സാധനം, മസാല ദോശ. ഓക്കെ, ദേ കട്ടൻ എന്ന് പറഞ്ഞ സംഭവം ടീക്കുട്ടി നമ്മുടെ വീട്ടിൽ ആൻറ്റി ഉണ്ടാക്കി കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആർക്കാണെന്നറിയോ? നമ്മുടെ ടീക്കുട്ടിക്കാട്ടോ. എനിക്കത് പറ്റില്ല, എനിക്ക് നല്ല ചൂട് ചായ വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങളിനി കയറിയിട്ട് പറയാം. അല്ലേടാ? കാടമുട്ട യു വാണ്ട് ചെയ്യാ? വേണോ? കാടമുട്ടയാണ്, നല്ല രസം. എവിടെ ഡാഡി നോക്കട്ടെ. മസാല ഇട്ടതാ, വേണമെങ്കിൽ കഴിക്ക്. ഡാഡി കഴിക്ക്. എന്താ കഴിക്കണേ? ലൈം ടീ. ഫുള്ള് കഴിക്കുന്ന നോക്കട്ടെ. അത് ഫുള്ള് കഴിക്കൂ. ആ ലൈറ്റായിട്ട് എരിവ് വേണമെങ്കിൽ കഴിക്കൂ. കാടമുട്ട മസാലയാ. ഒന്ന് കഴിച്ചു നോക്കണമെന്നാ. നല്ല എരിവാട്ടോ. ഏതാ വേണ്ടേ? കാടമുട്ട വേണോ? തരാം. ചൂടോടെ കാടമുട്ട മസാല. ഓ മൈ ഗോഡ്, അദ്ദിക്കുട്ടനൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടോ ഞാൻ കാണുന്നത്. നന്നായിണ്ടോ? ടീ ഒന്ന് കഴിച്ചു നോക്ക്. എന്ത് സാധനവും. ആ മുഴുവനൊന്ന് കഴിച്ചോ, കുഴപ്പമില്ല. വെയിറ്റ്. ദൈവമേ, അവൻ മുഴുവൻ കഴിച്ചുട്ടോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടിട്ടാണ്. ആ ഓക്കെ. എന്താ എത്ര എടുത്തു വേഗം പറയൂ. ഓക്കെ ഗൈസ്, 7 ഡയറി മിൽക്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാം കാണിക്കാം. എത്ര വേണം എനിക്കറിയില്ല, നീ എത്ര വേണമെങ്കിലും എടുത്തു. ചോക്ലേറ്റ് നീ ഏതാ വാങ്ങിയേ? ആ കൊടുത്തോ. മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഷെയറിങ് കഴിഞ്ഞോ? എല്ലാവരും കൊടുത്തു കഴിഞ്ഞോ? ആ ഓക്കെ. നന്നായി ചിരിക്കണം കേട്ടോ. സെറ്റ്.
ഇപ്പം നമ്മൾ ലഞ്ച് ടൈമാണ്, വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ഒരു മാം വന്നിട്ട് ബീ വെച്ചിട്ട് ബാറ്റ് കുറേ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. മങ്കി നോ നീഡ്, യു ക്യാൻ ടേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പസിൽ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ജിറാഫ് ഗൈസ്. അപ്പോൾ നമ്മളെ ലഞ്ചിന് ലൈക്ക് അതെന്താ സാധനം, ഡാഡി സ്പെഷ്യൽ ആട്ടോ. ഇപ്പം ബിരിയാണി, ഇതെന്തായിരുന്നു, ബീഫ് റിബ് എന്താ പറഞ്ഞത്, ചാർക്കോൾ ബീഫ് റിബ്സ്. ടിയ നമ്മൾ കഴിക്കാറില്ല ഗൈസ്, ബീഫൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. മാസ്ക് മാൻ എവിടെ ടിയ? എടാ പോവാം, ടീക്കുട്ടിയുടെ മാസ്ക് മാൻ ഉണ്ടാക്കല കേട്ടോ ഗൈസ്. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി പോണം റിസോർട്ടിൽ. എവിടെ നോക്കട്ടെ, മാസ്ക് ഗേൾ. അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. വൈത്രി വില്ലേജ് റിസോർട്ട് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേ ഗൈസ് റിസോർട്ട് എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടി ആട്ടോ, കാണാൻ ഒരുപാടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ വൈകാതെ തരാം. സോ നമ്മൾ നേരെ പോയിരിക്കും ഗൈസ്. ആംബിയൻസ് ഒക്കെ ഒന്ന് നോക്കിയേ, ഒരു വെറൈറ്റി സംഭവം കേട്ടോ. അത് മുഴുവൻ ഗൈസ് ഇത് ചിരട്ട വെച്ചിട്ട് ചെയ്താട്ടിയാ. ഇത് നോക്ക്, പണ്ട് കളിച്ച് ചിരട്ടനൊക്കെ വെച്ച് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. റിയലി അപ്രീഷിയേറ്റഡ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ വയനാട് വൈത്രി റിസോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, തണുപ്പുണ്ടോന്ന് ചോദിച്ചാൽ അത്ര വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ടിയാ? ഓക്കെ, വേഗം ലഗേജ് സാധനങ്ങളൊക്കെ എടുത്തോളൂ. എടുത്തേ, മെല്ലെ. ഓക്കെ, ഒരു ലഗേജ് എടുത്തു. ഇനി ടീയുടെ മറ്റേ ആ ബാഗ് മാത്രം, ഇത് രണ്ടെണ്ണേ ഉള്ളൂ. തീരെ ആവശ്യമില്ല, അതെ ആവശ്യം ഇല്ലാത്ത സാധനമാണ് അതിനുള്ളിൽ ഇരിക്കുന്നത്. ഇല്ല വേറെ ഒന്നുമില്ല, ഈ 2 ബാഗ് മാത്രമേ ഉള്ളൂ ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടിയ എങ്ങനെയുണ്ട്, ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്താലോടാ. വായു ഒരു സൂത്രം കാണിച്ചു തരാം ടിയ. അങ്ങോട്ട് വേടാ, ആ സൈഡിൽ, ഇൻസ്റ്റാഗ്രാം അതിൽ. യെസ്, ഓക്കെ, നോക്കിയേ, സ്മൈൽ. യെസ്, അടിപൊളി. നമ്മൾ ഈ റിസോർട്ടിൽ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് പറഞ്ഞോളൂ. എന്താ പേര് പറയൂ? ഓ അടിപൊളി, എല്ലാവരും കൂടി ചേർന്നേ. ഓക്കെ, ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ഉണ്ടാവോ? ഓക്കെ ഫൈൻ. വീണ്ടും ഒരു ട്രിപ്പിലേക്ക് പോവാണ്. അതായത് ഇവിടെ നിന്ന് കുറച്ച് ബാഗൊക്കെ വരും. ഹായ് ഗായ്സ്, ഹായ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൂം പറഞ്ഞിട്ട് പ്രീമിയം റൂമാണ്. സോ അപ്പോൾ ആ സ്ഥലത്തോട്ട് പോവാട്ടോ. ഏതൊക്കെയുള്ളടാ? നമ്മള് പാലത്തിന്റെ ഉള്ളിലൂടെ കേട്ടോ പോകുന്നത്. താഴെ നിമിഷാന്റിക്ക് കാണുന്നില്ലടാ. അപ്പൊ ഇത് നമ്മുടെ പ്രീമിയം കോട്ടേജിന്റെ ഒരു ഇതാണ്. ഓക്കെ, നമ്മുടെ കോട്ടേജ് കാണിച്ചു തരാം. 3, 2, 1 ഗോ ഗൈസ്. തണുത്ത് വിറച്ചിട്ടിരിക്കട്ടോ, നല്ല മണം. അത് സ്പേഷ്യസ് എന്ന് പറഞ്ഞാലും പോരാ ഗൈസ്, അടിപൊളി സ്പേഷ്യസ് ആട്ടോ. നല്ല വ്യൂ ഉണ്ടോന്ന് അതെനിക്ക് അറിയില്ല, വ്യൂ കുറവായിരിക്കും. നമുക്ക് വ്യൂ ഇവിടെ അതാണ് പൂള് ഗൈസ്. നമുക്ക് മേലെന്ന് പോയ പൂള് കിട്ടും. മേലെ പോയ ഇൻഫിനിറ്റി പൂളാട്ടോ. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് പോവാം ഗൈസ്. നമ്മളിത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കിട്ടിയ വ്യൂ കാണിച്ചു തരാം. അല്ല, ഇത് മൊത്തം തുറക്കടാ. അതിക്കുട്ടനെ ടയേർഡായി മക്കളെ, ടയേർഡ്. അവിടെ അതിന് വിൻഡോന്റെ ഒരു ഇതുണ്ട് തോന്നുന്നു. ലൈറ്റ് ഉണ്ടോ നോക്ക് കുഞ്ഞോ. മങ്കി വരും ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പൊ നമുക്കിത് തുറന്ന്. എന്താടാ നീ ക്ലോസ് ചെയ്തതാ? ഇത് എങ്ങനെയാ തുറക്ക? എങ്ങനെയാ ഓപ്പൺ ആക്ക? യെസ്, നമുക്ക് ഇവിടെ 2-3 പൂളുള്ളതാ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലിപ്പോ ഒരു പൂള് കാണിക്കാം. എവിടെ നോക്കട്ടെ, ഇതിന്റെ മേലെ ഒരു പൂളാട്ടോ. ഇതിന്റെ മേലെ നമ്മുടെ ഒരു പൂളാണ്. ഓക്കെ, അടിപൊളി ആംബിയൻസ് ആണ്. കുരങ്ങനൊക്കെ വരുന്ന പറഞ്ഞത്, നമുക്ക് കുരങ്ങനൊക്കെ ഉണ്ടോ ഉള്ളിലോട്ട് പോവാം. ഓക്കെ, അടിപൊളി വ്യൂ ആട്ടോ. ഇത് ഒരു പൂളാണേ. ഇത് നമ്മളുടെ റൂമിൽ നിന്ന് കാണുന്ന ഒരു പൂളാ. ഇനി ബാക്കിയുള്ള പൂളിൽ പോവാം.
ഇത് ഒന്നാമത്തെ പൂളാട്ടോ, കാണിച്ചു തരാം, അങ്ങോട്ട് വാ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പൂൾ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ടീ ടൈമാണ് കേട്ടോ ഇവിടെ. ടീയ ഡാഡി എവറിബഡി ലുക്കു. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടീ ടൈം എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ ബിസ്ക്കറ്റ്സ് ആട്ടോ ഉള്ളത്. 1 for me, താങ്ക് യു. എങ്ങനെയുണ്ടടാ? എന്ത് ബിസ്ക്കറ്റാ ഗൈസ്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡിന്നർ ഏരിയ കേട്ടോ. എന്ത് വലുതാ നോക്കി. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡിന്നർ ടൈം ആയിട്ടില്ല. ഇവിടെയൊക്കെ തുടയ്ക്കണം. എങ്ങനെയായിട്ട് ഓക്കെ. ടീയ മൊത്തത്തിൽ ഇളക്കാണല്ലോ. നന്നായി വലിക്കടാ, സ്ട്രെച്ച് ചെയ്യ്. ടീയ എല്ലാവിടെയും ഇളക്കണം. ഇതെന്ത് വലിക്കാൻ വിട്ടോ. നമുക്ക് നോക്കാം ഇതുവരെ പോകുന്നത്. എവിടെയാ ടീയ? അദ്ദിക്കുട്ടൻ എങ്ങനെ ഇപ്പൊ പിടിക്കുന്നാണ്. ചിക്കു ഇവിടെ താഴെ വരാനുള്ളൊരു. ടിയ ഡോണ്ട് ലാഫ്. താഴെ പോയി. ഓക്കെ ടിയ, ഓക്കെ ഓക്കെ. അല്ലല്ല, ഇനി ബാക്കിയുള്ളവർ ചെയ്യാനുണ്ട് ചിച്ചു കുറച്ച്. ഓക്കെ, അപ്പൊ ഇനി ടിയ ഇതിലിപ്പോ സെറ്റ് ആവോന്നൊരു എവിടെ തട്ടി. ഓക്കെ.